സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അയോധ്യാകാന്ഡത്തിലെ വിച്ഛിന്നാഭിഷേകം, ലക്ഷ്മണോപദേശം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാനസേ മണിമയേ വീരാസനെ സംസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്നയരത്നദീപം അജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ആപദാമപകർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസന്തകം. ശ്രീരാമചന്ദ്ര ശരണോ മനസാ സ്മരാമി. ശ്രീരാമചന്ദ്ര ചരണോ ശിരസാ നമാമി. ശ്രീരാമചന്ദ്രോ ചരണോ ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. അന്നേരമാദിത്യനു മുതിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തോരു മൂലം അതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരം ബുക്കാനതിദ്രുതം. രാജീവമിത്ര ഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്രപ്രവര ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു താനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവൻ മൂലമെന്തൊന്ന് മഹാരാജവല്ലഭേ. ചൊല്ലുകെന്നോടെന്ന് കേട്ട് കൈകേയും ചൊല്ലിനാൾ ആശു സുമന്ത്രരോടന്നേരം. ധാത്രീപതിന്തനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നത് കാരണം ആകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ
ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സ് ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായതു മന്നവൻ. രാമനെ കാണാനു ദുഃഖം നൃപേന്ദ്രനും രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നത് കേട്ടു സമന്തരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവദനം അനാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നത് കേട്ട ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നത് കേട്ടു സമന്തരുടരിപ്പോ ചെന്ന് കൗസല്യാസുതനോട് ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതിഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോട് കൂടവേ സൗമിത്രയോടും കരേറി രഥോപരി പ്രേമ വിവശനാം താതൻ മരുവിടും മന്ദിരേ ചെന്ന പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശ സമുത്തായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിത ഭൂപനും. രാമരാമേതേ പറഞ്ഞു മോഹിച്ചൊരു ഭൂമിയവനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അത് കണ്ടനന്തരമാരൂഢ ശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ട് വസിഷ്ഠമുനീന്ദ്രനും കേതേന മന്ദിരം പൊക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചു തന്നേരം കാരണമെന്തൊന്നോ താത ദുഃഖത്തിനു നേരെ പരവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കിൽ എഴുതിനി താത ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്കോ കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയത് ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതും നീയല്ലോ. രണ്ടു വരം മമ ദത്തമായിട്ടുണ്ട് പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ. നിന്നാലേ സാധ്യമായുള്ളന്നത് രണ്ടോം ഇന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിടവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതനറിക നീ. സത്യവാസേന സംബന്ധനം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. പുന്നാമം നരകത്തിൽ കിടന്നുടൻ തന്നുടെ താതന് ത്രാണനം ചെയ്യുകയാൽ പുത്തൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ. മാതൃവദനശൂലാവീഹതനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യതിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണം മാതാവ് താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം. മാനസേ ഖേദിപ്പതിനെ ഞാൻ ഉപേക്ഷിപ്പതിനതിനില്ല സംശയം. മാനസേ ഖേദമതിൽ എനിക്കേതും. രാജമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജമെന്നാലെന്നറിക നീ മാതാവ്. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ. പാപഗന്ധങ്ങൾ പതിക്കേണമെങ്കിലോമേവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കലേതുമേ സംശയം ചേതസി തെറ്റിൽ എനിക്കെന്നറിക നീ. താജകാല മനാജ്ഞമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്രാനിയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്ന് വച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്ന സജ്ജനമിത്തമെല്ലാം പരിജ്ഞാനം മയാധുന. ആകയാൽ താതനിയോഗം അനുഷ്ഠിപ്പാനാകുലമേതും എനിക്കില്ല നിർണയം.
സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശ ചൊല്ലിടിനാളാതരാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടെ നാഥരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ട് വേണ്ടുന്നു. നീ 14 സംവത്സരം കാലനേ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ ഇന്നതു ദുഃഖമാകുന്നതും. എന്നത് കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ, ഇന്നതിനെന്തൊരു വൈഷമ്യമായത്. ചെയ്യുക അഭിഷേകം ഭരതനു ഞാൻ, ഇനി വൈകാതെ പോവിൻ വനത്തിനു മാതാവ്. എന്തതെന്നോട് ചൊല്ലാഞ്ഞു പിതാവ് ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജത്തെ രക്ഷിപ്പതെന്നു മതിയവൻ, രാജമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെഴുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും ഈ ദേഹമാത്രം വരിക്കെന്ന് വിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരവും തൃപ്തനാക്കിയിടിനാൻ. താതന് തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനിൽ അവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ, സ്ത്രീജിതനായതി കാമകനായൊരു രാജാതമനാകുമെന്നെയും വൈകാതെ പാസേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കതേ. ദോഷം നിനക്കതിനേതുമകപ്പെടാ, അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാരാ. ഗുണം ബുധേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്തമും പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങിനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങിനെ നന്ദന. എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോല വർത്തുകരകയും നന്നായി മുറുകെ മുറുകെ തൊഴുകയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും. ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ ആശേഷ നീതി വാഗ്വയ വാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയഗോപിതൻ സദാ. എന്തിനെന്താതൻ ഹൃദയവ ദുഃഖിക്കുന്നത്, യന്ത്രദണ്ഡം ഇതിന്റെ മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായുമില്ല ഇത് രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക, സാദരം ഞാൻ ആരണ്യത്തിലും വാഴുവിൻ. ഓർക്കിലീ രാജവാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാത്ത കർമ്മം മമ മാതാവിനിക്ക് വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി, വൈകാതെ പോവതിനായി വരുന്നേൻ എന്നരുൾ ചെയ്തു ദേവനും പോവതെന്നരുൾ ചെയ്തു ദേവനും മാതൃദേഹം പൊക്കതു നേരം. ധാർമ്മികനായ മാതാസു സമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രഭേദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമദീപദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈ കൊണ്ട് ഭഗവൽ പദാംബുജം ചിത്തത്തെ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്ന കൗസല്യയോടന്നേരം സന്തോഷമോടു സമത്ര ചൊല്ലിയിടിനാൾ. രാമൻ ഉപഗതനായത് കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുഴുവെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നിറുകയിൽ നന്നായി മുകർന്നു കുതുകലാൽ ഇന്ദീവരതള ശ്യാമകളെ ബലം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖം ഭുജം വാടുവൻ ദണ്ഡമുണ്ടായതു പാരം വിശക്കയോ, വന്നിരുന്നിട്ട് ഭുജിപ്പതിനാശു നീ
എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോട് അരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിനു പോകണം. മുൽപ്പാട് കേകയപുത്രിയാം അമ്മയ്ക്ക് മൽപിത 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതന വാഴിക്ക എന്നതും എന്നെ വയനത്തിന് അയക്കെന്ന് മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നീടുവിൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യവാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിന് പോയിടുകൾ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണർദ്രം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡതരാലയത്തിന് പോയിടുവിൻ. പൈതല വേറിട്ട് പോയ പശുമുള്ള ആദ്യ പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴണം ഭരതനെന്നാകിൽ നീ കാടുവാഴണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചതു കൈകിയോട് നീ ചിന്തിക്കാ ഭൂപനോടും കുമാരാബലൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു എറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ച് ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവവംശവും ഇന്നേ മുടിഞ്ഞുപോം. തത്ര കൗസല്യാവദനങ്ങൾ ഇങ്ങനെ ചിത്തതാവേന കേട്ടോരു സൗമിത്രിയും. ലോകരോഷങ്ങൾ നിറഞ്ഞ യത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം. രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം ദ്രവാഹീനം ഷടപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകമൂരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും അതിന് ശോകിപ്പതീനന്തർമുതാ വസിച്ചിടുക മാതാവ്. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമില്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്ദൃഷാ ദഗ്ധമമ്മാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്ത് മന്ദേതരം ചെയ്തു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു. സുന്ദരനിന്ദിര മന്ദിര വത്സനാനന്ദ സ്വരൂപനിന്ദിര വിഗ്രഹൻ. ഇന്ദീവരാട്ടൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യാംഗയുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരവൃന്ദ മന്ദാരദാരൂപമൻ. വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടോ. നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപുരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായല്ലോ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാകിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാസഞ്ചലം വേഗേന നഷ്ടമായുസ്സു മൂർഖ നീ. വന്യസന്തപ്ത ലോകസ്തംബു ബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമാം ദർധുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമൂർഖ നീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തനായി കൂടി വിയോഗം വരുപോലെ നാദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരുദ്ധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സോ നിരൂപിക്ക ലക്ഷ്മണ.
രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു. ആദിത്യദേവേനുദിച്ചത് വേഗേന യാഥാപതിയിൽ മറഞ്ഞത് സത്വരം. നിദ്രയും വന്നത് ഉദയ ശൈലോപരി വിദ്രുതം വന്നത് പിന്നെയും ഭാസ്കരൻ. ഇത്തം മധ്യഭ്രമമുള്ളൂര് ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ് പോകുന്നതേതും അറിവീലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും വന്ന തീർത്ഥമോഹേനമരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറയും നീലമായതൻ വൈഭവം. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ച മൂഢാത്മാക്കളിൽ പുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടൽ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമകുംബാമ്പോ സമാനമായ സ്തുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം ദഹിപ്പിക്കുമേവനും നിർണയം. വ്യാഗ്രിയെപ്പോലെ ജലയുമെടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം വിരിയാതെ ചിത്രവും വാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈകൊണ്ട് മോഹം കളന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാട്യോഹമെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറാ ചമഞ്ഞു പോയിടലാം. മണ്ണിന് കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വക്മാംസ രക്താസ്തി പിന്മൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായെന്നുള്ളതിധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസകാരിൽ നിരൂപിച്ചതുന്ധവ. ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്ക് ഞാനായതാത്മാവെന്നു മോഹൈകകന്ത്രയായുള്ളത് വിദ്യകൾ. സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു അറിക നീ. മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളുന്നതിൽ ക്രോധമറിക നീ. മാതാപിതൃ ഭ്രാതമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതുപമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജകർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാക്കയാകുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം ഫലം. സന്തതം ശാന്തിയെ കാമസുരവികേൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാൽ ഒരു ജാതിയും വരാ. ദശരഥ രാജാവ് ശ്രീരാമന്റെ രാജാഭിഷേകം തീരുമാന സമയത്താണ് ദേവന്മാരെല്ലാം കൂടി അത് മുടക്കാൻ വേണ്ടി സരസ്വതി ദേവിയോട് മന്ത്രിയുടെ നാവിക്ഷന്ന് വിളയാടിയിട്ട് മന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചിട്ട് കൈകയെ കൊണ്ട് മുടക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. അതുപ്രകാരം ആദ്യമൊക്കെ ശ്രീരാമൻ തനിക്ക് സ്വന്തം മകനെ പോലെയാണ്, ശ്രീരാമനും എന്നോട് വളരെയധികം അവൻ്റെ അമ്മയേക്കാൾ സ്നേഹം എന്നോടാണെന്നൊക്കെ പറഞ്ഞായ ആ കൈകേയി പിന്നീട് മന്ദരയുടെ ഏഷണി കേട്ടിട്ട് അവസാനം ശ്രീരാമനെ വനത്തിൽ പറഞ്ഞയക്കാനുള്ള വരം ദശരഥനോട് ആവശ്യപ്പെടുകയുണ്ടായി. ദശരഥൻ കൈകേയിയെ കാണാൻ വേണ്ടി കൊട്ടാരത്തിൽ പോയപ്പോഴാണ് തോഴിമാർ പറഞ്ഞത്, കൈകേയിയാകട്ടെ ക്രോധാകാരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്, കാരണം എന്തെന്നറിയില്ല, അങ്ങ് ചെന്നിട്ട്
എന്താണെന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞു. അവിടെ പോയപ്പോഴാണ് കൈകേയി കോപത്തോടുകൂടി കോതാകരത്തെ പ്രവേശിച്ച് കിടന്നുകൊണ്ട് നിലത്ത് വീണ് കരയുകയാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞു, പണ്ട് എനിക്ക് 2 വരം തരാമെന്ന് പറഞ്ഞതിൽ ആ 2 വരങ്ങൾ ഇപ്പോൾ വേണം. തന്റെ മകനായ ഭരതനെ രാജാവാക്കണം, ശ്രീരാമനെ വനത്തിൽ പറഞ്ഞയക്കണം 14 വർഷം. ഇതൊക്കെ കേട്ടപ്പോൾ ബോധശൂന്യനായിട്ട് അവിടെ ദശരഥൻ വീഴുകയുണ്ടായി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ രാജാവിനെ ഉണർത്താൻ വേണ്ടിയിട്ട് പരിവാരങ്ങളൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ ഉണർന്നു കാണുന്നില്ല. പതിവ് പോലെ രാജാവിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു. രാജവെത്ര ഗോത്രോത്ഭൂതഭൂപതേ രാജ രാജേന്ദ്ര പ്രവരാജയ എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിനെ സ്തുതിച്ചപ്പോൾ രാജാവാകട്ടെ കണ്ണുനീർ വാർത്തിട്ട് അവിടെ കിടക്കുന്നതാണ് കണ്ടത്. ഇതിന്റെ കാരണം എന്താണെന്ന് കൈകേയോട് ചോദിച്ചപ്പോൾ കൈകേയി പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ രാജാവിന് ഉറക്കമുണ്ടായില്ല. കാരണം തൻ്റെ മനസ്സിനനുസരിച്ച പോലെ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് രാമനാമം ജപിച്ചുകൊണ്ട് രാത്രിയിൽ ഉറക്കമില്ലാതെ കഴിയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും രാമനെ പെട്ടെന്ന് വിലത്തിയാണ് വേണ്ടതെന്ന് കൈകേയി പറഞ്ഞപ്പോൾ പറഞ്ഞു, രാജാവ് പറയാതെ എങ്ങനെയാണ് ഞങ്ങൾ കാണാൻ വേണ്ടി രാമനെ വിലത്തുക? ആ സമയത്ത് ദശരഥൻ തന്നെ പറഞ്ഞു, എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ എനിക്ക് കാണണം. അങ്ങനെ ശ്രീരാമനെ അവിടെ കൊണ്ടുവന്നു. ശ്രീരാമനെ കണ്ടപ്പോൾ സങ്കടാധിക്യത്താൽ ആലിംഗനം ചെയ്യാൻ വേണ്ടി വാക്കുകൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണത് പൂവനും. രാഘവനും വളരെ പരിഭ്രമിച്ചു. കാരണം എന്താണെന്നൊക്കെ അന്വേഷിച്ചു. ഇത്രത്തോളം വിവശനായിട്ട് തന്റെ പിതാവിനെതിരെ കണ്ടിട്ടില്ല. എന്താ കാരണം എന്ന് ശ്രീരാമൻ ചോദിക്കുകയാണ്. തന്റെ പിതാവിന്റെ ദുഃഖ കാരണം ആർക്കാണ് അറിയുക, പറയണം എന്ന് പറഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞു, പിതാവിന്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ്. നീ വിചാരിച്ചാൽ മാത്രമേ അച്ഛന്റെ ദുഃഖ നിവാരണം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അച്ഛൻ ചെയ്ത ആ സത്യത്തെ നീ അനുസരിക്കുകയാണ് വേണ്ടത്. പണ്ട് എനിക്ക് 2 വരം നിന്റെ പിതാവ് തന്നിരുന്നു. ആ 2 വരങ്ങൾ ഇന്ന് തരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു. അതിൽ തന്റെ മകനായ ഭരതനെ രാജാവാക്കാനും നിന്നെ 14 വർഷം കാട്ടിലയക്കാനുമാണ് പറഞ്ഞിരുന്നത്. അത് നിന്നോട് പറയാൻ മടച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ദുഃഖിച്ച് കഴിയുന്നത് എന്താണ്? അപ്പൊ ഇതെന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രീരാം പറഞ്ഞു, ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛനെന്ത് പറഞ്ഞാലും അതിനനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. അച്ഛനെന്ത് പറഞ്ഞാലും അനുസരിക്കുകയാണല്ലോ ഉത്തമനായ പുരുഷൻ മകൻ ചെയ്യേണ്ടത്. അച്ഛനൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുന്ന വ്യക്തിയാണ് ഉത്തമനായ പുരുഷൻ. അച്ഛൻ പറഞ്ഞിട്ടും അതനുസരിക്കാത്തവൻ പിത്രോർ മലകളിൽ ചൊല്ലുന്നു. അപ്പോൾ പുത്രധർമ്മമൊക്കെ എനിക്കറിയാം, ഞാനത് അനുഷ്ഠിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൈകേയി പറഞ്ഞു, നിനക്ക് രാജാഭിഷേകം ചെയ്യാൻ വേണ്ടി വെച്ചതായ കാര്യങ്ങളെല്ലാം ആ സംഭാരങ്ങൾ കൊണ്ട് ഭരതന് രാജാഭിഷേകം ചെയ്യാണ് വേണ്ടത്. നീ 14 വർഷം വനത്തിൽ കഴിയണം. ശ്രീരാം പറഞ്ഞു, ഇതിലെന്താ പ്രശ്നമുള്ളത്? എനിക്ക് പ്രശ്നമില്ല. അച്ഛന് സത്യം പാലിക്കാൻ വേണ്ടി ഞാൻ കാട്ടിൽ പോകാം. അനുജൻ രാജ്യം ഭരിക്കാൻ അവൻ പ്രാപ്തനാണ്. ഞാൻ കാട്ടിൽ കഴിയാൻ ഞാൻ തയ്യാറാണ്, പ്രശ്നമില്ല. മാത്രമല്ല അച്ഛന്റെ ആഗ്രഹം സാധിപ്പിക്കുകയാണല്ലോ മക്കളുടെ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ യൗവനം വാങ്ങിയിട്ട് വാർദ്ധക്യം വാങ്ങിയിട്ട് യൗവനം നൽകിയതായ പൂരുവിന്റെ കഥയും അതുപോലെ പിതൃക്കളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദേവലോകത്തു നിന്നും ഗംഗയെ കൊണ്ടുവന്ന ഭഗീരന്റെ കഥയൊക്കെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി ശ്രീരാമൻ. ഈ സമയത്ത് ദശരഥൻ പറഞ്ഞു, മകനെ, നീ എന്നെ സ്ത്രീധനായി എന്നെ ബന്ധിച്ചിട്ട് നീ രാജ്യം ഭരിക്കാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കരയാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് ശ്രീരാമൻ പറഞ്ഞു, പ്രശ്നമില്ല, എനിക്ക് രാജ്യം ഭരിക്കാൻ താല്പര്യമൊന്നുമില്ല. സോദരൻ നാട് ഭരിച്ചിരുന്നിടക സാദരൻ ഞാൻ ആരണ്യത്തിലും വാഴുവിൻ എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ തൻ്റെ അമ്മയുടെ കൗസല്യയുടെ ഗൃഹത്തിലേക്ക് പോയി. അവിടെ കൗസല്യ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുത്തി ചോദിച്ചു. എന്തോ ശ്രീരാമന്റെ മുഖത്ത് കണ്ടതായ വൈഷമ്യം കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ നീ ഒരു എന്തൻ മകനെ മുഖാമ്പുജം പാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കുകയോ? വിശക്കുന്നുണ്ടോ? വന്നിട്ട് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞവൾ പറഞ്ഞു, അച്ഛൻ കൈകേയി അമ്മയ്ക്ക് 2 വരം കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം ഞാൻ കാട്ടിൽ പോകണം,
ഭരതനാണ് രാജാവാകേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. അന്നേരം പറഞ്ഞു, നീ എന്താണ് എന്ത് വിഴച്ചത് കൈകൈയോട് നീ ചിന്തിക്ക ഭൂപരോടും കുമാരാവലാൽ. നിന്റെ അച്ഛൻ നീ കാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ കാട്ടിൽ പോകേണ്ടത് അമ്മയായി ഞാൻ പറയുന്നുണ്ട്. അച്ഛനും അമ്മയും ഒരുപോലെയല്ലേ? അപ്പൊ അച്ഛന്റെ വാക്കനുസരിക്കുന്ന പോലെ അമ്മയാ എന്റെ വാക്കനുസരിക്കണ്ടേ? നീ കാട്ടിൽ പോകേണ്ടതില്ല. അങ്ങനെ നീ പോയാലോ ഞാനവൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവിൻ മാനവംശവും എന്നേ മുടിഞ്ഞു പോവും. ഇങ്ങനെ അമ്മ എത്ര തന്നെ നിർബന്ധിച്ചിട്ടും ശ്രീരാമൻ കാട്ടിൽ പോകുന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു. ഇതൊക്കെ കേട്ടപ്പോഴാണ് ലക്ഷ്മണൻ വളരെ കോപത്തോടു കൂടി പറഞ്ഞു, തന്റെ അച്ഛൻ എന്താണ്, അദ്ദേഹം ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം പ്രവാഹീനം ഷടപ്രിയം ബന്ധിച്ചത് അതിനെയും ഞാൻ പിന്നെ പരിബന്ധികളൊക്കെയും അന്തകൻ വീട്ടിനയച്ച അഭിഷേകമനന്തരം കൂടാൻ സാധിച്ചുകൊള്ളുവിൻ. സ്ത്രീജനാഥന്റെ പിതാവിനെയും ആൾക്കാരെയെല്ലാം ബന്ധിച്ചിട്ട് ഞാൻ എന്താണ് ജ്യേഷ്ഠന്റെ രാജാഭിഷേകം ഞാൻ നടത്തി തരും. അതിനാൽ അമ്മേ എന്താണ് ദുഃഖിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ലക്ഷ്മണന്റെ ആ എടുത്തുചാട്ടം ശ്രീരാമൻ ശാന്തമായിട്ട് പറഞ്ഞു, നല്ല ഉപദേശം കൊടുക്കുകയാണ്. വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം പിടഞ്ഞ എന്നോട് വാക്കുകൾ. മകനെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കണം, മനസ്സാദ്യം ശാന്തമാക്കണം. എന്നോട് വളരെയധികം സ്നേഹം നിനക്കുണ്ടെന്നുള്ളത് എനിക്കറിയാം, നിനക്ക് കഴിയാത്തൊരു കാര്യവും ഇല്ല. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കാണുന്നതൊന്നും നമുക്ക് ശാശ്വതമല്ലല്ലോ. ഈ ശരീരവും രാജ്യവും ഒന്നും ശാശ്വതമല്ല. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ്. നമ്മുടെ ആയുസ്സാകട്ടെ വളരെ പെട്ടെന്ന് നശിക്കുന്നതാണ്. ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ മുകളിൽ ഒരു വെള്ളത്തുള്ളി വീണാൽ ആ വെള്ളം എത്ര പെട്ടെന്നാണ് പറ്റിപ്പോകുന്നത്, അതുപോലെ ക്ഷണികമത്രേ നമ്മുടെ മനുഷ്യ ജീവിതം. പിന്നെ നമ്മളാകട്ടെ പലതിനും വേണ്ടി പരക്കം പായുക എന്നത് ഏതുപോലെയാണെന്ന് പറഞ്ഞാണെങ്കിൽ, പാമ്പിന്റെ വായിലകപ്പെട്ടതായ തവള ആ സമയത്തും തന്റെ ഇരപിടിക്കാൻ വേണ്ടി നാവ് നീട്ടുന്നത് പോലെ, ചട്ടുശ്രവണകളസ്തമന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാപരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ നേടുന്നു. ഈ കാലമാകുന്ന പാമ്പിന്റെ വായിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവളെ പോലെ നമ്മൾ കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ കാലത്തിനുള്ളിലേക്കാണ് നമ്മൾ പോവുക. പിന്നെ നമ്മള് മക്കള് ഭാര്യ ഇതൊക്കെ പറയുന്നത്, ഈ കൂടിച്ചേരല് വാസ്തവത്തില് വളരെ ക്ഷണികമായിട്ടുള്ളതാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ചിട്ട് നമ്മൾ വഴിയിൽ വെച്ചിട്ട് ആൾക്കാരെ കണ്ടുമുട്ടുന്നു, നമ്മൾ സംസാരിക്കുന്നു, സ്നേഹത്തോടെ പെരുമാറുന്നു. പക്ഷേ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ഓർക്കാറില്ല. അതുപോലെ ക്ഷണികമാണ് നമ്മുടെ കുടുംബ ബന്ധം. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദിയിലൊഴുകുന്ന മരക്കഷ്ണങ്ങൾ പോലെയൊക്കെയാണ് നമ്മുടെ കൂടിച്ചേരല്. ആർക്കും ഇവിടെ ധനമൊന്നും സ്ഥിരമല്ല, യൗവനം എപ്പോഴും നിലനിൽക്കുന്നല്ല. എല്ലാം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും സ്വപ്ന സമാനമാണ്. സ്വപ്നത്തിൽ കാണുമ്പോൾ ഉള്ളതുപോലെയാണ്. സ്വപ്നം ഞെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടതൊക്കെ അപ്രത്യക്ഷമാകുമല്ലോ, അതുപോലെയാണ്. പിന്നെ നമ്മളെപ്പോലെ ആളുകൾ ആയുസ് പോകുന്ന ഒന്നും അറിയാതെ പോവുകയാണ്. ആയുസ് പോകുന്ന ഏതും അറിയില്ല. മായാകുന്ന സമുദ്രം നമ്മൾ മുങ്ങി കഴിയുന്നതുകൊണ്ട് ഒന്നും അറിയുന്നില്ല. നമുക്ക് വാർദ്ധക്യം വന്നിട്ട് ജലവാചനം നമ്മളൊക്കെ മരിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇതൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ചിന്തയായിട്ട് വരുന്നില്ല. പിന്നെ നമ്മുടെ ഈ ശരീരം ഇന്നാണ് ശരീരം, യൗവനയുക്തമായ ശരീരം. രോഗങ്ങൾ വന്നിട്ട് ക്ഷയിച്ചു പോകുന്നതാണ്. നമുക്ക് ശരീരത്തിൽ ജരാനരകൾ ബാധിക്കും. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സദാസമയത്തും നമ്മുടെ ഉള്ളിൽ തന്നെ മരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും വാർത്തുള്ളിലിരിക്കുന്ന ഈ സമയത്താണ് നമ്മളെ പിടിക്കേണ്ടത് നോക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് മരണം പതിയിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മൾ വിചാരിക്കും, അഹങ്കാരിക്കും. ശരീരത്തിൽ അഹങ്കരിച്ചിട്ട് ഞാനാണ് ബ്രാഹ്മണൻ, ഞാൻ രാജാവാണ്, ഞാൻ ആഢ്യനാണ് എന്നൊക്കെ നമ്മൾ അഹങ്കരിച്ചിട്ട് കഴിയും. പക്ഷെ നമ്മളിൽ രാജാവായാലും ബ്രാഹ്മണനായാലും ആരായാലും അവസാനം ഈ ശരീരം ഒന്നിക്കള് ജന്തുക്കൾ ഭക്ഷിച്ചിട്ട് കാഷ്ടിച്ചു പോവുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ അത് കത്തിച്ചു കഴിഞ്ഞാൽ വെണ്ണീറായിട്ട് മാറും. എന്തിനു പറയുന്നു? അല്ലെങ്കിൽ അത് മണ്ണിലടക്കം ചെയ്താൽ മണ്ണിന് കീഴായി കൃമികളായി പോകും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ദേഹം. ഈ ദേഹത്തിൽ നമ്മൾ അഹങ്കരിച്ച് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ദേഹം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്നാണ്. ത്വക്മാംസ രക്താസ്തി വെൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. ഇത് സദാമയത്തും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ ലക്ഷ്മണ,
ഈ ദേഹം നിമിത്തം ഉണ്ടായ മോഹത്തിൽ നീ അച്ഛനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയായിട്ടില്ല. ഇതൊന്നും നമുക്ക് ശാശ്വതമല്ല. ദേഹമല്ലോർക്ക് ഞാൻ ആയത് ആത്മാവെന്ന മോഹകേന്ദ്രയായുള്ളതാണ് വിദ്യ. സംസാരികാരുണ്യായത് അവിദ്യയാണ്, സംസാരനാശിനിയാണ് വിദ്യ. അതിനാൽ വിദ്യ അഭ്യസിക്കാണ് വേണ്ടത്. പിന്നെ ക്രോധം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എപ്പോഴും ത്യജിക്കേണ്ടതാണ്. ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും. ക്രോധം പരിത്യജിക്കണം ബുധജനം. ഒരിക്കലും നമ്മൾ കോപം മനസ്സിൽ വെക്കാൻ വേണ്ടി പാടില്ല. കോപം സർവത്തിനും നാശമായി വരുന്നതാണ്. അതിനാൽ സദാസമയത്തും നമ്മൾ സന്തോഷിക്കാണ് വേണ്ടത്. സന്തോഷം എന്ന് പറഞ്ഞാൽ നന്ദനവനത്തിന് തുല്യമാണ്. അതിനാൽ നീ ശാന്തിയെ തന്നെ ഭജിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ലക്ഷ്മണനെ വളരെയധികം സമാധാനിപ്പിക്കുന്ന ഭാഗത്താണ് ആ ലക്ഷ്മണ ഉപദേശം സമാപിക്കുന്നത്.